നമസ്കാരം. NCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓണക്കാലത്തെ വിപണി വില നിയന്ത്രണം. സപ്ലൈകോയുടെ ഓണം ഫെയറുകൾക്ക് തുടക്കം. ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നത് നിയോജക മണ്ഡലം തലത്തിൽ. ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കുന്ന നയം. സർക്കാരിനെതിരായ പ്രതിഷേധങ്ങൾ തുടരുന്നു. വിവിധയിടങ്ങളിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ച KSKTU. നിലമ്പൂർ അമൽ കോളേജിൽ റാഗിംഗ് വിരുദ്ധ നിയമബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. സെമിനാർ നടത്തിയത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, താലൂക്ക് ലീഗൽ സർവീസ് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെ. ട്രെയിൻ തട്ടി വയോധികയ്ക്ക് ദാരുണാന്ത്യം. റെയിൽവേ സ്റ്റേഷന് സമീപം ചിറക്കൽ ഖദീജയാണ് മരിച്ചത്. അപകടമുണ്ടായത് ഇന്ന് രാവിലെ. വാർത്തകൾ വിശദമായി. ഓണക്കാലത്തെ വിപണി വില നിയന്ത്രിക്കുന്നതിനായി സപ്ലൈകോയുടെ നിയോജക മണ്ഡലത്തിലെ ഓണം ഫെയർ 2026 നിലമ്പൂരിൽ ആരംഭിച്ചു. നിലമ്പൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരെ സംബന്ധിച്ചോളം വലിയ ആശ്വാസകരം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. ഓരോ ദിവസവും അരിയും പഞ്ചസാരയും മറ്റ് നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറിയൊക്കെ അക്ഷരാർത്ഥത്തിൽ തന്നെ തീപിടിച്ച വില എന്ന് നമ്മൾ കാണാനും അനുഭവിക്കാറുണ്ട്. ആ തീപിടിച്ച വിലയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ് സാധാരണക്കാരന് പ്രത്യേകിച്ചും റേഷൻ കാർഡ് വഴി ഈ ആനുകൂല്യം സർക്കാർ കൊടുത്തിരുന്നത്. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരീസ് ഷിബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മുംതാസ് ബാബു നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർമാരായ പ്രഭ, ശിഹാബ് ഇണ്ണി, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായി പാലൊളി മെഹബൂബ്, EK ഷൗക്കത്ത്, ബിജു സാമുവൽ, ബിനോയ് പാട്ടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സപ്ലൈകോ നിലമ്പൂർ ഡിപ്പോ ജൂനിയർ മാനേജർ TR ബിനിൽ കുമാർ സ്വാഗതവും താലൂക്ക് സപ്ലൈ ഓഫീസർ VP ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരും ഉപഭോക്താക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ഓണക്കാലത്തെ വിലക്കയറ്റം തടയുന്നതിനും പൊതുജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ അവശ്യ സാധനങ്ങൾ ലഭ്യമാക്കുന്നതിനുമായി സംഘടിപ്പിക്കുന്ന സപ്ലൈകോ വണ്ടൂർ നിയോജക മണ്ഡലം ഓണം ഫെയർ 2026 ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. വണ്ടൂർ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് പരിസരത്ത് വെച്ച് നടന്ന ചടങ്ങിൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത മേള ഉദ്ഘാടനം ചെയ്തു. അവശ്യ വസ്തുക്കൾക്ക് സബ്സിഡി നിരക്കിൽ വിൽപ്പന നടത്താൻ വേണ്ടി ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. എന്തായാലും ഈ നിയോജക മണ്ഡല ഓണം ഫെയർ സപ്ലൈകോയുടെ മനം നിറഞ്ഞോണം, പേര് പോലെ തന്നെ എല്ലാ സാധാരണക്കാരുടെയും മനം നിറയ്ക്കുന്ന തരത്തിൽ തന്നെ എല്ലാ അവശ്യ സാധനങ്ങളും ന്യായമായ വിലയിൽ നമുക്ക് ലഭിക്കും എന്ന് തന്നെയാണ് സപ്ലൈകോയുടെ ഉള്ളിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജീന സിയാദ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. വണ്ടൂർ ബ്ലോക്ക് അംഗം മുബഷീർ, പഞ്ചായത്ത് അംഗം P മുഹമ്മദ് കുഞ്ഞി, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ ജബീബ് സുക്കീർ, അരുൺ കാപ്പിൽ, ഷൗക്കത്ത് കണ്ണിയൻ, പ്രതീഷ് ബാബു, PK ദേവദാസ് എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ ഡിപ്പോ മാനേജർ PS വേണു സ്വാഗതവും നിലമ്പൂർ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ T അബ്ദുൽ മജീദ് നന്ദിയും പറഞ്ഞു. സപ്ലൈകോ സൂപ്പർ മാർക്കറ്റ് മാനേജർ EP അഭിലാൽ, ജീവനക്കാരായ KP സിന്ധു, RP പ്രജീത എന്നിവർ നേതൃത്വം നൽകി. ഏറനാട് നിയോജക മണ്ഡലം സപ്ലൈകോ ഓണം ഫെയറിന് എടവണ്ണയിൽ തുടക്കമായി. എടവണ്ണ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT ആയിഷ ഉദ്ഘാടനം നിർവഹിച്ചു. എടവണ്ണ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നടന്ന ചടങ്ങിൽ അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KT ആയിഷ ഫെയറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സംസ്ഥാനമൊട്ടാകെ എല്ലാ സപ്ലൈകോകളിലും ഇതേപോലെ നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും വിലക്കുറവിൽ തന്നെ നമ്മുടെ സാധാരണക്കാരായ ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാനം ഇന്ന് മുന്നിട്ടിറങ്ങിക്കൊണ്ട് എല്ലാ സപ്ലൈകോയിലും ഇതേപോലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾ
സബ്സിഡിയോട് കൂടിയിട്ട് നല്ല വിലക്കുറവിൽ തന്നെ കൊടുക്കുന്ന ഒരു സംരംഭം നടന്നുകൊണ്ടിരിക്കും. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിറ സമദ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ഹൈദ്രവും ചടങ്ങിൽ ആദ്യ വിൽപ്പന നിർവഹിച്ചു. പൊതുജനങ്ങൾക്കായി പ്രത്യേക ഓഫറുകളും സമ്മാന പദ്ധതികളുമാണ് ഇത്തവണ ഓണം ഫെയറിലൂടെ സപ്ലൈകോ ഒരുക്കിയിരിക്കുന്നത്. അത്തം, ഉത്രാടം, തിരുവോണം കിറ്റുകൾ, ശബരി സിഗ്നേച്ചർ കിറ്റുകൾ, സപ്ലൈകോ ഓണം ഗിഫ്റ്റ് കാർഡുകളും മിതമായ നിരക്കിൽ ആവശ്യ സാധനങ്ങളുടെ ലഭ്യതയും എന്നിങ്ങനെയാണ് ഫെയറിലെ പ്രധാന ആകർഷണങ്ങൾ. ചടങ്ങിൽ സപ്ലൈകോ ജൂനിയർ മാനേജർ രേണുകയും സൂപ്പർ മാർക്കറ്റ് OICK വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ചാലിയാർ പഞ്ചായത്തിൽ അനുയാത്ര അസിസ്റ്റഡ് ലിവിംഗ് ഹോം കെട്ടിട നിർമ്മാണത്തിനായി ഏറ്റെടുത്ത 75 സെന്റ് സ്ഥലം തിരുവനന്തപുരത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം സന്ദർശിച്ചു. പൊതുമരാമത്ത് മന്ത്രിയും സ്ഥലം MLAയുമായ PK ബഷീറിന്റെ നിർദ്ദേശപ്രകാരമാണ് DPR തയ്യാറാക്കുന്നതിനായി സംഘം സ്ഥലം സന്ദർശിച്ചത്. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ക്ഷേമ പെൻഷൻ വീടുകളിൽ എത്തിക്കുന്ന രീതി അട്ടിമറിച്ച UDF ഭരണസമിതിയുടെ നയങ്ങൾക്കെതിരെ KSKTU വണ്ടൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. വണ്ടൂർ വില്ലേജ് ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത്. CPM ഏരിയ കമ്മിറ്റി അംഗം PK മുബഷീർ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ ഇന്നലെ ഇറങ്ങിയ ഒരു ഉത്തരവ് പ്രകാരം ഈ മാസത്തെ പെൻഷൻ സഹകരണ ബാങ്കുകൾ വഴി കൊടുക്കാൻ വേണ്ടി ഉത്തരവാക്കിയിരിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് ഉറച്ചു പറയുന്നു, അടുത്ത മാസത്തെ പെൻഷനും നിങ്ങൾ സഹകരണ ബാങ്കിലൂടെ തന്നെ കൊടുക്കേണ്ടി വരും. അതാണ് ഈ സമരം. ഏതെങ്കിലും ഈ ശബ്ദം കേൾക്കുന്ന UDFന്റെയും കോൺഗ്രസുകാരുടെയും ആളുകൾ ചായ കുടിക്കുമ്പോഴോ അല്ലാതെയോ അടക്കം പറയുന്നുണ്ടാവും. നാളെ സർക്കാർ സഹകരണ ബാങ്ക് വഴി ആളുകൾക്ക് കൊടുക്കുന്ന പണം കൊടുക്കാൻ തീരുമാനിച്ചപ്പോഴാണോ ഈ സമരം എന്ന് നിങ്ങൾ ആക്ഷേപപരമായി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തോ. നിങ്ങൾ ഇറക്കിയിരിക്കുന്ന ഉത്തരവ് ഇപ്പോഴും സർക്കാർ രേഖകളിൽ നിൽക്കുകയാണ്. ആ രേഖകൾ മാറ്റുന്നത് വരെയുള്ള പ്രക്ഷോഭം ഞങ്ങളുടെ ഭാഗത്തുണ്ടാവും. KSKTU വാണിയമ്പലം വില്ലേജ് സെക്രട്ടറി AK ബിനീഷ് അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽ നിരവിൽ, KSKTU വണ്ടൂർ വില്ലേജ് സെക്രട്ടറി A ഉണ്ണികൃഷ്ണൻ, വില്ലേജ് പ്രസിഡന്റ് P സതീഷ്, KT മുഹമ്മദ് അലി, T പ്രവീൺ, അരിമ്പ്ര മോഹനൻ, P അബ്ദുൾ ഗഫൂർ, ലോക്കൽ സെക്രട്ടറിമാരായ P അരുൺ, TP ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ വിതരണം അട്ടിമറിക്കുന്ന UDF സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് KSKTU മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പുള്ളിപ്പാട് വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. CPM വണ്ടൂർ ഏരിയ സെക്രട്ടറിയും KSKTU മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗവുമായ MT അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം നേർവഴി. CPIM ഏരിയ കമ്മിറ്റി അംഗം P അയ്യപ്പൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി C ശ്രീനിവാസൻ, KSKTU ജില്ലാ കമ്മിറ്റി അംഗം ഷിഫ്ന നജീബ്, പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി C ശ്രീധരൻ, പ്രസിഡന്റ് നിയാസ് ബാബു, ട്രഷറർ അഷ്റഫ്, NREG വർക്കേഴ്സ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന സമീപനം തിരുത്തണമെന്നും അർഹരായ മുഴുവൻ ഗുണഭോക്താക്കൾക്കും പെൻഷൻ കൃത്യമായി ലഭ്യമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷൻ അട്ടിമറിക്കുന്ന UDF സർക്കാരിനെതിരെ എന്ന മുദ്രാവാക്യത്തിൽ കർഷക തൊഴിലാളികൾ എടക്കര വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. KSKTU എടക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. സമരം CPM എടക്കര ഏരിയ സെക്രട്ടറി T രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആ പെൻഷൻ 10 വർഷമായി കേരളത്തിന്റെ ഒരു കരുതലാണ് അവരാണ്. ആ കരുതല് അവരെ വീട്ടുപിടിക്കാൻ
കൊണ്ടുകൊടുത്തിരുന്നു കഴിഞ്ഞ 10 വർഷക്കാലമായി LDF ഗവൺമെന്റ്. അതാണ് ഇന്ന് അല്ലെങ്കിൽ വരുന്ന മാസം മുതൽ ബാങ്കിൽ പോയി വാങ്ങണം എന്നൊരു ഉത്തരവ് വന്നിരുന്നു. പാർട്ടി ഓഫീസിൽ നിന്നും പ്രകടനമായി എത്തിയ സമരക്കാർ വില്ലേജ് ഓഫീസ് പരിസരത്ത് സംഗമിച്ചു. സോമൻ പാർലി അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം PK ജിഷ്ണു, ലോക്കൽ സെക്രട്ടറി സനിൽ പാർലി, MT സതീഷ്, സജി കാരിപ്പറമ്പൻ എന്നിവർ സംസാരിച്ചു. മൂത്തേടം വില്ലേജ് ഓഫീസിലേക്ക് KSKTU നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് CPM ഏരിയ കമ്മിറ്റി അംഗം AT റജി ഉദ്ഘാടനം ചെയ്തു. PS സജി അധ്യക്ഷത വഹിച്ചു. ചുങ്കത്തറ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KSKTU ഏരിയ പ്രസിഡന്റ് C ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. P രാജൻ അധ്യക്ഷത വഹിച്ചു. പോത്തുകൽ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് CPM ഏരിയ കമ്മിറ്റി അംഗം P ഷഹീർ ഉദ്ഘാടനം ചെയ്തു. CA വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള UDF സർക്കാരിന്റെ നീക്കത്തിനെതിരെ KSKTU എടവണ്ണ പഞ്ചായത്ത് കമ്മിറ്റി വില്ലേജ് ഓഫീസ് മാർച്ച് നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം ഷീന രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളനാടിൻ ജനരോഷവും വാർദ്ധക്യത്തിൽ തേങ്ങുന്നവരും വികലാംഗത്വം പേറുന്നവരും നരകം തിന്നും രോഗികളും CPM പാർട്ടി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എടവണ്ണ വില്ലേജ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു. വീടുകളിൽ എത്തിച്ചിരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി അട്ടിമറിക്കാനുള്ള നീക്കമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് ഷീന രാജൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ പദ്ധതി തന്നെ അട്ടിമറിക്കുന്ന ഒരു രീതിയിലേക്കാണ് UDFന്റെ ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. 2016 അധികാരം വിട്ടൊഴിയുന്ന സമയത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയായിരുന്ന സമയത്ത് കേരള സംസ്ഥാനത്തിനകത്തെ പെൻഷൻ സംവിധാനം എത്തരത്തിലുള്ളതായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ജനത സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. 18 മാസത്തെ കുടിശ്ശിക അത് 500 രൂപയിൽ നിന്നും 600 രൂപയാക്കി പ്രഖ്യാപിച്ചു എന്ന് മാത്രം വരുത്തിക്കൊണ്ട് ആ 600 രൂപ പോലും കേരളത്തിലെ സാമൂഹ്യക്ഷേമ പെൻഷൻ നടപ്പിലാക്കാതെ 18 മാസത്തെ കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഭരണം വിട്ടൊഴിയുന്നത്. P ബാലകൃഷ്ണൻ, K റഹീം, MK സുരേഷ് ബാബു, NA കരീം തുടങ്ങിയവർ സംസാരിച്ചു. രാജീവ് ഗാന്ധിയുടെ 82ാം ജന്മദിനം വണ്ടൂരിൽ സദ്ഭാവന ദിനമായി ആചരിച്ചു. വണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയും നിയോജക മണ്ഡലം രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷനും ചേർന്നാണ് വണ്ടൂർ ഇന്ദിരാ ഭവനിൽ പരിപാടി സംഘടിപ്പിച്ചത്. DCC വൈസ് പ്രസിഡന്റ് KC കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം ഭരണപരിചയമില്ലാത്ത രാജീവ് ഗാന്ധിയെ ഭരണമേൽപ്പിക്കുകയും പക്ഷെ ആ ഭരണ പാരമ്പര്യവും പരിചയവും ഉള്ള അതേ ഒരേ വ്യക്തി പോലെ രാജീവ് ഗാന്ധിയുടെ കാലഘട്ടങ്ങളിൽ ഇന്ത്യ രാജ്യത്ത് വലിയ വികസന രംഗത്ത് വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിയും കൊണ്ട് പ്രത്യേകിച്ച് ചെറുപ്പക്കാരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഭരണ നേട്ടവുമായി പുതിയ ആധുനിക ഇന്ത്യ സൃഷ്ടിച്ചുകൊണ്ട് അദ്ദേഹം വികസന രംഗത്ത് കുതിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PT ജബീബ് ഷുക്കീർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ സദ്ഭാവന പ്രതിജ്ഞ ചൊല്ലി. മതം, പ്രദേശം, ഭാഷ തുടങ്ങിയ യാതൊരുവിധ പരിഗണനയും കൂടാതെ ഭാരതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഐക്യത്തിനും സൗഹാർദ്ദത്തിനും വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു. രാജീവ് ഗാന്ധി യൂത്ത് ഫൗണ്ടേഷൻ നിയോജക മണ്ഡലം ചെയർമാൻ K സുരേഷ് അനുസ്മരണ പ്രഭാഷണം നടത്തി. UDF കൺവീനർ കാപ്പിൽ മുരളി, ബ്ലോക്ക് മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ ഷെരീഫ് തുറയ്ക്കൽ, അഷ്റഫ് പാറശ്ശേരി, കിനായത്ത് ഉണ്ണി, C രവിദാസ്, ഹാരിസ് നീലാമ്പ്ര, K കൃഷ്ണകുമാർ, ഷിഹാബ് മുക്കണ്ണൻ, റഷീദ് ചോലക്കൽ, CT അഹമ്മദ് കുട്ടി, വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KV സിന്ധു, പ്രസന്ന തുടങ്ങിയവർ സംസാരിച്ചു. അമൽ കോളേജ് ആന്റി റാഗിംഗ് സെല്ല്, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, താലൂക്ക് ലീഗൽ സർവീസ് സെന്റർ നിലമ്പൂർ എന്നിവയുമായി സഹകരിച്ച് ഏകദിന റാഗിംഗ് വിരുദ്ധ നിയമബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. അമൽ കോളേജ് ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം നിർവഹിച്ചു.
കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് സ്റ്റുഡൻസ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ CH അലി ജാഫർ അധ്യക്ഷത വഹിച്ചു. പഠന സെഷനിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് PM നസീർ, അഡ്വക്കേറ്റ് ചിത്ര, സരിജ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. വിദ്യാർത്ഥികൾ വിഷയ അവതാരകരുമായി സംവദിക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്തു. ആന്റി റാഗിംഗ് സ്ക്വാഡ് കോർഡിനേറ്റർ ഡോക്ടർ അമീർ ഹസൻ സമാപന സന്ദേശം നൽകി. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം ട്രെയിൻ തട്ടി വയോധികയ്ക്ക് ദാരുണാന്ത്യം. വീട്ടിച്ചാൽ ചിറക്കൽ ഖദീജ എന്ന 84-കാരിയാണ് മരിച്ചത്. മകളുടെ വീട്ടിലേക്ക് പോകാൻ റെയിൽപാത മുറിച്ചു കടക്കുന്നതിനിടെ ഇന്ന് രാവിലെ ഷൊർണൂരിൽ നിന്നും വരികയായിരുന്ന ട്രെയിൻ തട്ടുകയായിരുന്നു. പരേതനായ ചിറക്കൽ അലവിയാണ് ഖദീജയുടെ ഭർത്താവ്. മുഹമ്മദ്, ജമീല, അഷ്റഫ്, മുഹമ്മദ് അലി, സീനത്ത്, അസൈനാർ, നബീസ, സാജിദ എന്നിവർ മക്കളാണ്. ചുങ്കത്തറയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഓഡിറ്റോറിയത്തിന് തീപിടിച്ചു. മുമുള്ളി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ഓഡിറ്റോറിയത്തിൽ വ്യാഴാഴ്ച വൈകിട്ട് 5:30-യോടെയാണ് തീപിടിച്ചത്. അടുത്തയാഴ്ച ഉദ്ഘാടനത്തിന് നിശ്ചയിച്ച ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലായിരുന്നു. ഇൻഡസ്ട്രിയൽ വർക്ക് നടന്നുകൊണ്ടിരിക്കെ തീപ്പൊരി വീണാണ് തീ പടർന്നതെന്നാണ് കരുതുന്നത്. വിവരമറിഞ്ഞ നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാസേനയും എടക്കര പോലീസും ചുങ്കത്തറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK സുരേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും സ്ഥലത്തെത്തിയിരുന്നു. അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്ത്യയിലും UAE, സൗദി അറേബ്യ തുടങ്ങിയ വിപണികളിലും ശക്തമായ സാന്നിധ്യമുള്ള പ്രമുഖ അന്താരാഷ്ട്ര ജ്വല്ലറി ബ്രാൻഡായ സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തിരുനെൽവേലി ടൗൺ ആർച്ചിന് സമീപമാണ് ഷോറൂം പ്രവർത്തനം തുടങ്ങിയത്. സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം ഉദ്ഘാടനം നിർവഹിച്ചു. ചലച്ചിത്ര താരം ശ്രിയ ശരൺ മുഖ്യ അതിഥിയായി. സംസ്കൃതി സബ് ബ്രാൻഡിന്റെ ലോഞ്ചിങ്ങും താരം നിർവഹിച്ചു. തിരുനെൽവേലി കോർപ്പറേഷൻ മേയർ G രാമകൃഷ്ണൻ, സയ്യിദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ TS ഹത്ഹു റബാനി, തിരുനെൽവേലി ലാൻഡ്സ് ട്രാൻസ്പോർട്ട് MD രമണി, BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് റിയാസ്, സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ KT മുസ്തഫ, KT ഹംസ, KT ഉസ്മാൻ, KT അബ്ദുൽ കരീം, KT അബ്ദുൽ നാസർ, KT മുഹമ്മദ് ഹനീഫ, സഫ ഗ്രൂപ്പ് CEO മുഹമ്മദ് ഇജാസ്, ജനറൽ മാനേജർ KT അബ്ദുൽ മജീദ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി CEO അംജദ് സാഹിർ, ഗ്രൂപ്പ് റീറ്റെയിൽ ഹെഡ് DK അഖിൽ, ഫിനാൻസ് മാനേജർ ഷിഹാബുദ്ദീൻ, IT ഹെഡ് K മുഹമ്മദ് ബഷീർ, അഡ്മിൻ മാനേജർ N മുഹമ്മദ് ബഷീർ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഹെഡ് സൈഫുൽ ഇസ്ലാം, അസിസ്റ്റന്റ് PR മാനേജർ VP യാസർ, വിവിധ ഷോറൂം മാനേജർമാർ, മറ്റ് രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, സഫ ഗ്രൂപ്പ് ജീവനക്കാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 36 വർഷത്തെ അഭിമാന ചരിത്രമുള്ള സഫ വിഷൻ 2030 അനുസരിച്ച് 4000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയിലൂടെ ആഗോളതലത്തിൽ 100 സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായാണ് തിരുനെൽവേലിയിലും ഷോറൂം പ്രവർത്തനം തുടങ്ങിയത്. സഫയുടെ വളർച്ചയിൽ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് തിരുനെൽവേലി ഷോറൂം നിലവിൽ വന്നത്. ഡിസൈനിലും നൂതന ആശയങ്ങളിലും സഫ നൽകുന്ന ഊന്നലിന് കരുത്തേകുന്നത് കമ്പനിയുടെ മാത്രം പ്രത്യേകതയായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെംസ് ആൻഡ് ജ്വല്ലറി ആണ്. വിദഗ്ധരായ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിനും ജ്വല്ലറി ഡിസൈനിങ്ങിൽ നൂതനമായ ആശയങ്ങൾ ആവിഷ്കരിക്കുന്നതിലും സ്ഥാപനം നിർണായകമായ പങ്കുവഹിക്കുന്നു. 21,500 വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പരിശീലനം പൂർത്തിയാക്കി ഇന്ത്യയിലും വിദേശത്തുമായി ജോലി നേടിയിട്ടുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മുഴുവൻ സഫ ഷോറൂമുകളിലും നിരവധി ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഓരോ പവൻ സ്വർണ്ണാഭരണത്തിന്റെയും പണിക്കൂലിയിൽ 8,000 രൂപ വരെ ഡിസ്കൗണ്ട്, ഓരോ ക്യാരറ്റ് ഡയമണ്ട് പർച്ചേസിനും 10,000 രൂപ ഡിസ്കൗണ്ട്, 50,000 രൂപയ്ക്ക് ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ, വെള്ളി ആഭരണങ്ങൾക്ക് 5% ഡിസ്കൗണ്ട്, പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ പവന് 800 രൂപയും ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പവന് 1,600 രൂപയും അധികമായി നൽകുന്നു തുടങ്ങി അത്യാകർഷകങ്ങളായ ഓഫറുകൾ സെപ്റ്റംബർ 15 വരെയാണ് ഒരുക്കിയിട്ടുള്ളത്. 5% മാത്രം നൽകി വിവാഹ ആഭരണങ്ങൾ ബുക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും
ആഭരണങ്ങൾക്ക് 1 വർഷത്തെ സൗജന്യ ഇൻഷുറൻസും സഫയുടെ മാത്രം പ്രത്യേകതയാണ്. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻ. AKPA സ്ഥാപക ജനറൽ സെക്രട്ടറി സാരംഗപണിയുടെയും നിലമ്പൂർ AKPA പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച N. രാജഗോപാലിന്റെയും അനുസ്മരണം നിലമ്പൂരിൽ നടന്നു. മർച്ചന്റ് ഹാളിലാണ് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചത്. മേഖലാ പ്രസിഡന്റ് ഹോച്ചിമീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ഗഫൂർ റിനി, മുൻ മേഖലാ പ്രസിഡന്റ് തോമസ് കോശി, മേഖലാ ട്രഷറർ വിശ്വനാഥൻ അതുല്യ, ജില്ലാ കമ്മിറ്റി അംഗം സുദീപ് ദേവിക, വ്യാപാരി വ്യവസായി ഏകോപന സമിതി നിലമ്പൂർ ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി മാടാല, അരുൺ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം നിഷാദ് കൊടിക്കാരൻ സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് നിസാർ മരുത നന്ദിയും പറഞ്ഞു. കാറ്റിൽ മരം വീണ് വഴിക്കടവ് കൃഷിഭവൻ കെട്ടിടം ഭാഗികമായി തകർന്നു. ഇന്നലെ വൈകിട്ട് വീശിയടിച്ച കാറ്റിലാണ് കെട്ടിടത്തിന് സമീപത്തെ തേക്കുമരം കടപുഴകി കെട്ടിടത്തിൽ പതിച്ചത്. കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നിട്ടുണ്ട്. ജീവനക്കാർ ഓടി പുറത്തിറങ്ങി രക്ഷപ്പെടുകയായിരുന്നു. നിലമ്പൂർ മണലോടി യോഗ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. നിലമ്പൂരിന്റെ ചരിത്ര പുസ്തകമായ KRCയുടെ നിലിമ്പുപുരത്തിന്റെ നാൾവഴികൾ 6ാം പതിപ്പ് പ്രകാശനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് വിനോദ് P. മേനോന് പുസ്തകം കൈമാറിയാണ് പ്രകാശനം നിർവഹിച്ചത്. മഹാബലിയുടെ നാട് എല്ലാവരും വളരെ സന്തോഷത്തോടെ ജീവിച്ചൊരു നാടിന്റെ ഓർമ്മ പുതുക്കിയാണ് എല്ലാ വർഷവും നമ്മൾ ഈ ഓണം ആഘോഷിക്കുന്നത്. മഹാബലിയുടെ നാട് എനിക്കും മേരീസിനെ പോലുള്ള ആളുകൾക്ക് ഓർമ്മിക്കാനുള്ളതൊന്ന്, ജനങ്ങളെ അതിദരിദ്രരെന്നും അതിസമ്പന്നരെന്നും ഇന്ന് നമ്മൾ കാണുന്ന ഉച്ചനീചത്വം, കുറേ ആളുകൾ വലിയ പണക്കാരും കുറേ ആളുകൾ ഇന്നും കച്ചവടത്തിൻ്റെ കടത്തിൻ്റെ അന്ത്യർന്മാരോ മക്കൾ നോക്കാതെ അനാഥാലയത്തിൽ കിടക്കുന്നവരോ ദീനരും ദുഃഖിതരുമായി നോക്കാൻ ആളില്ലാതെ ഞങ്ങൾ പോലീസിന്റെ സഹായം ചോദിച്ച നെട്ടോട്ടം കോൺഗ്രസ് ഒക്കെ അത് നിങ്ങൾക്ക് അറിയണ്ടാവും. ഇതൊക്കെ നമ്മൾ ചുറ്റുവട്ടം നടക്കുന്നതാണ്. അങ്ങനെയൊന്നും ഇല്ലാതെ ഒരുമയോടെ അത്യാവശ്യ സൗകര്യങ്ങളോടുകൂടി എല്ലാവർക്കും ജീവിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാകുക എന്നതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനം. നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മേരീസ് ഷിബു, കൗൺസിലർ പ്രഭ, യോഗ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ സംബന്ധിച്ചു. CBSE സഹോദയ സ്കൂൾ കോംപ്ലക്സ് മലപ്പുറം മേഖല സംഘടിപ്പിച്ച ലിംഗ്വ ഫ്രാൻഡ 26 ജില്ലാ CBSE ഇംഗ്ലീഷ് ഫെസ്റ്റിന് സമാപനമായി. കോട്ടക്കൽ പീസ് പബ്ലിക് സ്കൂളിൽ നടന്ന വർണ്ണാഭമായ സമാപന ചടങ്ങിൽ സഹോദയ മലപ്പുറം മേഖല പ്രസിഡന്റ് M. അബ്ദുൽ നാസർ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മേളയിൽ 279 പോയിന്റുകൾ നേടി പാണക്കാട് സ്ട്രേറ്റ് പാത്ത് ഇന്റർനാഷണൽ സ്കൂൾ ഓവറോൾ ജേതാക്കളായി. 248 പോയിന്റുകൾ നേടി കൂരിയാട് ജംസ് പബ്ലിക് സ്കൂൾ 2ഉം, 244 പോയിന്റുകൾ നേടി കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജ് ക്യാമ്പസ് സ്കൂൾ 3ഉം സ്ഥാനങ്ങൾ നേടി. കാറ്റഗറി 1-ൽ സ്ട്രേറ്റ് പാത്തും, 2-ൽ തിരൂർ ബെഞ്ച് മാർക്ക് സ്കൂളും, 3-ൽ വേങ്ങര പീസ് പബ്ലിക് സ്കൂളും പൊതുവിഭാഗത്തിൽ സ്ട്രേറ്റ് പാത്തും വിജയകിരീടം ചൂടി. ഇംഗ്ലീഷ് ഹ്രസ്വചിത്ര മത്സരത്തിൽ സ്ട്രേറ്റ് പാത്ത് സ്കൂളിന്റെ ഹിയർ മീ 1ഉം, കുറ്റിപ്പുറം MESന്റെ ബിയോണ്ട് ക്യൂട്ട് 2ഉം, തിരുവാലി ജംഫോർഡ് സ്കൂളിന്റെ ലൈറ്റ് ഓൺ മീ 3ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കി. ജനറൽ സെക്രട്ടറി M. ജൌഹർ കാറ്റഗറി തല സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഓർഗനൈസിംഗ് സെക്രട്ടറി ജോബിൻ സെബാസ്റ്റ്യൻ, ഭാരവാഹികളായ P. നിസാർ ഖാൻ, ഡോക്ടർ CKM ഷിബിലി, ഡോക്ടർ ജയ്മോൻ മലയക്കുടി, ജാസ്മീർ ഫൈസൽ, സിസ്റ്റർ ആൻസില ജോർജ്, ഷിനോജ് C. ജോസ്, ജോസ്ലിൻ ഏലിയാസ്, K. പ്രദീപ്, S. സ്മിത, IV രതി, ധന്യ എന്നിവർ സംസാരിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഊട്ടിയിൽ ഒത്തുചേർന്ന മമ്പാട് MES കോളേജ് പൂർവ്വ വിദ്യാർത്ഥികൾ 1991 പ്രീ ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികളാണ് 35 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടിയത്. സംഗമത്തിന് EP ഫൈസൽ, E. ബിബിൻ, E. നൂസിയ എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ PVS മോഡൽ സ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗം വിദ്യാർത്ഥികൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ ബിജു ജോസഫ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകർ ഒരുക്കിയ വിസ്തൃതമായ പൂക്കളമാണ് വിദ്യാർത്ഥികളെ വരവേറ്റത്. തുടർന്ന് വിവിധ പരിപാടികളും സംഘടിപ്പിച്ചു. മുഴുവൻ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളെയും പായസം നൽകിയാണ് അധ്യാപകർ യാത്രയാക്കിയത്.
നാളെ 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഓണാഘോഷങ്ങൾ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ ബിജു ജോസഫ് പറഞ്ഞു. കൂട്ടുകാരെ വരുന്നില്ലേ വീട്ടിലിരിക്കാലോ, സന്ധ്യ വരും മുൻപേ ഉണ്ണി പണ്ടു കളിക്കണ്ടേ, ഓണം വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. വണ്ടൂർ ഗവൺമെന്റ് ഗേൾസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSC വിഭാഗം NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വണ്ടൂർ പാലിയേറ്റീവ് പരിചരണത്തിലുള്ള ഉപഭോക്താക്കൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ ഓണക്കിറ്റുകൾ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ ഗേൾസ് ഹൈസ്കൂളിൽ NSS കുട്ടികൾ ഒരു മാതൃകാപരമായ ഒരു കാര്യമാണ് ചെയ്തത്. നാളെ നിങ്ങളൊരു ജോലിയിലൊക്കെ പ്രവേശിക്കുമ്പോൾ ഇതിനു വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ കഴിയും. വാർഡ് മെമ്പർ ടി ഉമ്മർകുട്ടി അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് ഇബ്രാഹിം കുന്നുമ്മൽ, SMC ചെയർമാൻ CM ജയപ്രകാശ്, ഫിറോസ് ബാബു, IV ഷമീർ, VHSC പ്രിൻസിപ്പൽ M ഐശ്വര്യ, നൌഷാദ്, അഷ്റഫ്, സലാം, പ്രോഗ്രാം ഓഫീസർ AP ജസീന എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികൾ സമാഹരിച്ച ധനസഹായവും ചടങ്ങിൽ പാലിയേറ്റീവ് പ്രവർത്തകർക്ക് കൈമാറി.